1995 ഭായിയെ തലയോലപ്പറമ്പിൽ കാണുന്നതും പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ചു. അത് കണ്ട് ധാരാളം ആളുകൾ നല്ല കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് അത് സ്റ്റുഡിയോയുടെ ഷട്ടറിൽ വരയ്ക്കുകയും തിയേറ്ററിൽ സ്ലൈഡായിട്ട് ഇടുകയും ചെയ്തു. തിയേറ്ററിൽ സ്ലൈഡ് ഇട്ടപ്പോഴും നല്ല കയ്യടി കിട്ടി. അങ്ങനെ ഭായി തലയോലപ്പറമ്പിൽ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഒരു വലിയ ഫോട്ടോയും വന്നതോടുകൂടി ഭായി തലയോലപ്പറമ്പിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളായി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഭായി ഒരു CID ആണെന്നുള്ള ധാരണകളോ തലപ്പറമ്പിൽ നിൽക്കുന്നത്? അതിൻ്റെ കഥകൾ ചാർലിക്ക് അറിയാമോ? തലയോലപ്പറമ്പിൽ ഇതിനു മുമ്പ് ഒരു സീതാറാം എന്നൊരാളുണ്ടായിരുന്നു. CID ആണെന്ന് എല്ലാവരും ധരിച്ചിരുന്ന അദ്ദേഹം അങ്ങനെ വേഷം മാറി വന്ന ഒരാളായിരിക്കുമെന്ന് അന്നത്തെ കാലത്ത് ആളുകൾ തെറ്റിദ്ധരിച്ചു. ശരിക്കും ഈ ഭായിയുടെ കഥകളോ അല്ലെങ്കിൽ ബാക്കി ഭായിയായിട്ടുള്ള അടുത്ത ഒരു ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തിനെ കുറച്ച് കാര്യങ്ങൾ പറയാമോ? നല്ല വൃത്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. പുറമേ അല്പം മോശം ഡ്രസ്സ് ധരിച്ചെങ്കിലും രാവിലെയും വൈകിട്ടും പാലങ്ങാട് പുഴയിൽ പോയി കുളിക്കുകയും നല്ല വൃത്തിയായിട്ടാണ് വരുന്നത്. അതുപോലെ ആഹാര സാധനങ്ങളൊന്നും ആരോടും ചോദിച്ച് വാങ്ങിക്കില്ലായിരുന്നു. എല്ലാവരും ആരെങ്കിലും കൊടുത്തെങ്കിൽ പൈസ ആണെങ്കിൽ പോലും ആരോടും ചോദിച്ച് വാങ്ങിക്കുന്ന സ്വഭാവമില്ല. ഏതെങ്കിലും കടത്തിണ്ണയിൽ ഉറങ്ങും. അവസാന കാലഘട്ടങ്ങളിൽ ബാൽകിഷൻ സിംഗ് ഭായി 80കളിലോ 90കളിലോ ആയിട്ടായിരിക്കും തലയോലപ്പറമ്പിൽ നമ്മുടെ ഈ നാട്ടിലെത്തിച്ചേർന്നത്. ആദ്യഭാഗത്ത് അദ്ദേഹം CID ഒരു പരിവേഷത്തിലായിരുന്നു നമ്മുടെ നാട്ടുകാർ അദ്ദേഹത്തെ വീഴ്ചിരുന്നത്. പിന്നീട് മനസ്സിലായി അദ്ദേഹം CID ഒന്നും അല്ല എന്ന് മനസ്സിലായി. വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടി കളവോ അങ്ങനെ യാതൊരു കളവോ ചതിവോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പം മിക്കവാറും തലയോലപ്പറമ്പുകളുടെ എല്ലാ വീടുകളിലും അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടുമായിരുന്നു. അങ്ങനെ തലയോലപ്പറമ്പിലെ നമ്മുടെ ഈ നാട്ടിലെ ഒരു അംഗത്തെ പോലെ അദ്ദേഹം ജീവിച്ചു. വർഷങ്ങളോളം നമ്മുടെ തലയോലപ്പറമ്പിൻ്റെ ഒരു മനുഷ്യനായി തലയോലപ്പറമ്പിൻ്റെ ഒരു അംഗമായി തന്നെയാണ് ജീവിച്ചിരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ചെറിയ വൈയായികയുണ്ടായി. എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് ഇവിടുന്ന് നമ്മുടെ പൗരപ്രമുഖരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലാക്കി. അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹത്തിന് അവിടെ ഡിസ്ചാർജായി തിരിച്ച് തലയോലപ്പറമ്പിലോട്ട് വരാൻ ഉള്ള വഴി എങ്ങനെയോ വഴി തെറ്റിപ്പോയി. അദ്ദേഹം ഐലൻഡിൽ എൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് ഇദ്ദേഹത്തെ ഞാൻ യാദൃശ്യമായി കണ്ടുമുട്ടുകയുണ്ടായത്. അപ്പം എനിക്ക് അദ്ദേഹത്തിനെ കണ്ടു, പുള്ളിക്ക് എന്നെയും കണ്ട് മനസ്സിലായി. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള അറിവില്ലാണ്ടായിപ്പോയി, ചെയ്തില്ല ഞാൻ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ വഴി പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് കണ്ട് തലയോലപ്പറമ്പിലെ മെഡിസിറ്റിയുടെ പ്രസിഡന്റ് ഫിറോസ് മാവുങ്കലാണ്
പെട്ടെന്ന് തന്നെ ഒട്ടും താമസിയാതെ അദ്ദേഹം പെട്ടെന്ന് ഐഡന്റിലെത്തി സ്വന്തം വണ്ടിയിൽ തലപ്പറമ്പിൽ കൊണ്ടുവരികയും സ്റ്റുഡിയോ ചാർലി, നിയാസ് തുടങ്ങിയവരെല്ലാവരും കൂടി അദ്ദേഹത്തെ നവജീവൻ ട്രസ്റ്റിൽ നമ്മുടെ ജീവനിലയത്തിലോട്ട് ആക്കുകയും ചെയ്തു. ജീവിതത്തിൽ വളരെ സന്തോഷവാനായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന് എന്തോ ഒരു കാൽ വഴുതി വീണ് ഒന്ന് ഹോസ്പിറ്റലൈസ് ആവുകയും അതോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. പനൽപ്പറമ്പിലെ ബായി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരൻ എന്നല്ല, നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെ ആയിരുന്നു അദ്ദേഹം നമുക്കെല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാം ആദരാഞ്ജലികളും നേരുന്നു പ്രാർത്ഥനാപൂർവ്വം. ഉണ്ടായപ്പോൾ വഴിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഇവിടുന്ന് എറണാകുളത്ത് ഒരു സ്ഥലത്ത് അലഞ്ഞിരുന്നതായിട്ട് അരിയട്ടൽ ജോബി എന്നൊരാൾ എന്നോട് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിറോഷ് മാവുങ്ങിനോടൊപ്പം പോയി എറണാകുളത്ത് കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് ജീവനിലയം പ്രവർത്തകർ ജേക്കബ് കൂതുവേലി സാറും മറ്റു അംഗങ്ങളും കൂടെ ഭായിയെ ഏറ്റെടുക്കുകയായിരുന്നു. ഭായിയുടെ ജന്മസ്ഥലം അങ്ങനെ കാര്യങ്ങൾ ബാൽകിഷൻ സിംഗ് എന്ന പേരും പറഞ്ഞു. കൂടുതൽ എന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഭായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അതുകൊണ്ട് കൂടുതൽ വിവരമൊന്നും അറിയാൻ പറ്റിയില്ല. എല്ലാവർക്കും ഹൃദയമായിട്ട് നന്ദി പറയുകയാണ്. ഭായി നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ നമുക്ക് സ്നേഹം പങ്കിട്ട് കടന്നുപോയൊരു വ്യക്തിയാണ്. ആരോടും പരിഭവമില്ലാതെ, ആരോടും പരാതിയില്ലാതെ നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആ സ്നേഹം നമുക്ക് തിരിച്ചു വന്ന ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് സഹോദര സ്നേഹം. അപ്പോൾ അങ്ങനെയായിരുന്ന ഭായിയുടെ വേർപാട് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഭായിയുടെ ഉച്ചവരായിട്ടുള്ള എവിടെയാണെന്ന് നമുക്കറിയത്തില്ല, അവരെയെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവനിലയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ജീവനിലയം ട്രസ്റ്റ് ബോർഡിൻ്റെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും. ഭായി നമ്മളിൽ ഒരാളായിരുന്നു. 1985 കാലഘട്ടത്തിലാണ് ഭായി തലവലപ്പറമ്പിലെത്തുന്നത്. അന്ന് നടന്ന ഒരു കൊലപാതകത്തോടനുബന്ധിച്ച് ഒരാൾ ഇവിടെ എത്തിച്ചേരുന്നത് ഒരു CID എന്ന നിലയിലുള്ള പരിവേഷം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായി. ഓരോ വീടുകളിൽ ചെല്ലുകയും വളരെ ഒരു കയ്യിലൊരു വടിയും തലയിലൊരു കെട്ടുമായിട്ട് ഒരു സ്വാത്വികനെ പോലെ ഈ തലവലപ്പറമ്പിൻ്റെ തെരുവീതികളിലൂടെ സഞ്ചരിക്കുന്ന ഭായി വീണ്ടും ഒരു മൃതദേഹമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് നമുക്കറിയാം 2021 ഫെബ്രുവരിയിൽ ഇവിടെ പനിയായിട്ടിരുന്ന ഭായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് തോപ്പുംപടിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ജോബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനകത്ത് വന്ന് നമ്മൾ തോപ്പുംപടിയിലെത്തി അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായി. അന്ന് തലവലപ്പറമ്പിലൊരു വലിയ വാർത്തയും ഭായിയെക്കുറിച്ച് നിറഞ്ഞെടുക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 11 നമ്മുടെ ജീവനിലയം ഭായിയെ ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത മുതൽ അന്ന് ഇന്ന് വരെ ജീവനിലയത്തിനാൽ പോകുന്നതാണ്. വളരെ വൃത്തിയായിട്ട് അവിടുത്തെ അന്തേവാസികളെ സംരക്ഷിക്കുന്ന, ദൈവത്തോടുള്ള അനുഗ്രഹം മാത്രം, പ്രാർത്ഥന മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന, നഖങ്ങൾ വെട്ടി താടി വടിച്ചും കുളിപ്പിച്ചുമൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് ജീവനിലയം. ആ ജീവനിലയത്തെ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. തലവലപ്പറമ്പിലെ ജേക്കബ് ബ്രദർ തന്നെയാണ് കാര്യങ്ങൾ മിക്കവാറും തന്നെ ചെയ്യുക. നമ്മൾ ചെല്ലുമ്പോഴും കുളിപ്പിച്ച ആളെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നവരിടം. അപ്പോൾ ആ ജീവനിലയത്തിനോട് നമ്മുടെ ഭായിയെ സംരക്ഷിച്ചതിന് നമുക്ക് ഇല്ലാത്ത കടപ്പാടുണ്ട്. അതുപോലെ ഭായിയുടെ ആത്മാവിനെ നമ്മൾ നിത്യശാന്തി കിട്ടിയ ഒരു പേഴ്സ് എന്നെ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോൾ അതിലൊരു കാർഡുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ പാലയിൽ, വേറെ അഡ്രസ്സൊന്നുമില്ല. ഹോസ്പിറ്റലിലെ കാർഡ് വെച്ച് ഞാൻ അവരെ ഹോസ്പിറ്റലുകാരെ വിളിച്ച് മരങ്ങാട്ടുപള്ളി സ്വദേശിയുടെ ഒരു പേഴ്സായിരുന്നു. അദ്ദേഹം കുറേ നേരം ഭായിയെ കാണാൻ വെയിറ്റ് ചെയ്യെങ്കിലും കാണാൻ പറ്റിയില്ല. ഭായിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 100 രൂപ എന്നെ ഏൽപ്പിച്ചു. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ഭായിക്ക് ആ 100 കൊടുത്തപ്പോൾ ഭായി അത് വാങ്ങിച്ചില്ല. അത് പകരം 50 ദിവസം കൊണ്ട് 2 രൂപ വെച്ച് ഞാൻ കൊടുത്ത് തീർക്കുമായിരുന്നു ഭായിക്ക്. അതുപോലെ ഒരു മനുഷ്യനായിരുന്നു. ഈ പേഴ്സ് നിലത്ത് വീണ് കടന്ന് കിട്ടിയതാണ്. വഴി കടന്ന് കിട്ടിയത് പേഴ്സ്. അപ്പോൾ പുള്ളി അത് കണ്ടപ്പോൾ വന്നയാളുടെ മകൻ മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് എറണാകുളത്തിൽ പോയ വഴിക്ക് ബുള്ളറ്റ് അതിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പോയതായിരുന്നു പറഞ്ഞു. അതായിരിക്കും സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. സത്യസന്ധനായ, തീർച്ചയായിട്ടും. ഭായിക്ക് എത്ര വയസ്സുണ്ടോ? ഏകദേശം 85 വയസ്സൊക്കെ. 85. ഈ ബന്ധുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടില്ലേ? ഈ ചില ആളുകൾ പറഞ്ഞു രാജസ്ഥാനിലാണെന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നോട് മാർവാടി എന്നുള്ള രീതിയിലാണ്, ഗുജറാത്ത് പറഞ്ഞു അങ്ങനെ അല്ലേ? നമ്മുടെ ഇതിന്റെ സംസ്കാരം എവിടെയാ വെക്കാനാണ്? സംസ്കാരം വൈക്കം ശ്മശാനത്തിൽ.
കാരണം സ്റ്റുഡിയോയുടെ ടേബിളിൽ ഒരു ഫോട്ടോ വെച്ചപ്പോൾ ആളുകളെല്ലാം നമ്മുടെ ഭായി അല്ലേ എന്ന് ചോദിച്ച് ആ ഒരു സ്വീകാര്യത കണ്ടപ്പോഴാണ് ഒരു പടം തിയേറ്ററിൽ വരയ്ക്കണം എന്നോർത്തത്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ഷാജി ചാക്കോ, ജോഷി, വിൽസൺ, നിയാസ് എല്ലാവരും കൂടെ വല്ലകത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒരു കടത്തിനയിലിരിക്കുമായിരുന്നു. അപ്പം പുള്ളി ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, എനിക്ക് അത്രയും പരിചയമില്ലായിരുന്നു. അവരൊന്ന് ഒരു ഫോട്ടോ എടുത്ത് ഷട്ടറെ വരച്ചു. അത് നമ്മുടെ ജിനദേവൻ മാഷാണ്, വെളിനാടുള്ള ജിനദേവൻ മാഷാണ് ആ പടം ഷട്ടർ വരയ്ക്കുന്നത്. അത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലയോലപ്പറമ്പിലെ വ്യാപാരികളും വാഹന ഡ്രൈവർമാരുൾപ്പെടെ ധാരാളം ആളുകളവിടെ കൂട്ടം കൂടി നിന്നത് ഭയങ്കര ഒരു അതും ആ ഷട്ടറിലെ പടവും എല്ലാം ഒരു പരസ്യം വായിക്കും. ഒപ്പം എനിക്കും ചാർലി സ്റ്റുഡിയോയ്ക്ക് ഒരു നല്ല പരസ്യമായിരുന്നു. തലയോലപ്പറമ്പിലെ ചാർലി സ്റ്റുഡിയോ എന്ന് പറയുമ്പം അതിന്റെ ഓണറായ ചാർലിയേക്കാളും കൂടുതൽ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ഭായിയുടെ ഒരു പടം വരുന്നത്. വളരെ സ്നേഹത്തോടെ എല്ലാവരും ഭായി എന്ന് വിളിച്ച അത് ഇപ്പോഴും ഇപ്പൊ ആ പടമൊക്കെ മാറി സ്റ്റുഡിയോ പ്രസയിലേക്ക് മാറിയെങ്കിൽ പോലും എങ്കിലും ഭായി മരിച്ചപ്പോൾ ഒത്തിരി കോളുകൾ ഫേസ്ബുക്കിലെ കമന്റുകളിലെല്ലാം ചാർലി സ്റ്റുഡിയോ ഭായിയുടെ പേരിൽ നിറഞ്ഞു വന്നു.